സുരേഷ് ഗോപി, സുരേഷ് കുമാർ, രഞ്ജിത്ത്, കല്ലൂർ ശശി, പിന്നെ ഈ വേദിയിലിരിക്കുന്ന എൻ്റെ ഗുരുജനങ്ങളെ, പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, 1984 കട്ടുറുമ്പിനും കാതൂക്കുന്ന സിനിമ കൊല്ലത്ത് അഭിനയിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ഗിരീഷ്, നേമത്തുള്ള ഗിരീഷ് അക്കരെ എന്നൊരു മാരൻ സംവിധാനം ചെയ്ത ഡയറക്ടർ രണ്ടാമത്തെ പടം, നായകൻ ഞാൻ. അപ്പോൾ ഷൂട്ടിങ് കഴിഞ്ഞ് എനിക്ക് അടുത്ത ദിവസം മദ്രാസിലെത്താൻ വേണ്ടിയിട്ട് ഞാൻ നേരത്തെ പോകണം എന്ന് പറഞ്ഞിട്ട് 2 മണിക്ക് കൊല്ലം റെയിൽവേ സ്റ്റേഷനിൽ ഇരുന്ന ട്രെയിനിന് എന്നെ 1:55 ആരൊക്കെ ചേർന്ന് അകത്തോട്ടെടുത്ത് എറിഞ്ഞത്. ഭക്ഷണം കഴിച്ചിട്ടില്ല. കൃത്യസമയത്ത് ഭക്ഷണം കഴിക്കും. വിറയിലൊക്കെ ഉണ്ട് എനിക്ക്. മണി 2 ആയിട്ടുണ്ട്. അങ്ങനെ വണ്ടിയിൽ ഞാനിങ്ങനെ വെപ്രാളപ്പെട്ട് നടക്കുകയാണ്. എന്തെങ്കിലും കഴിക്കാനോ കുടിക്കാനോ കിട്ടിയിരുന്നെങ്കിൽ. ഇനി അടുത്ത സ്റ്റേഷൻ കോട്ടയമാണ്. അത് ഒരു 3:30 മണിയൊക്കെ ആവും ഒന്ന്. അങ്ങനെ ഇരിക്കുമ്പം അവിടെ നിന്ന് ഒരു പയ്യൻ നിന്ന് വെച്ചു, സാറെന്തെങ്ങനെ കൈ വിറയ്ക്കണമെന്ന്. ചേട്ടൻ എന്താ കൈ വിറയ്ക്കണം? ഞാൻ എനിക്ക് വിശപ്പ് സഹിക്കാൻ പറ്റുന്നില്ല. ഷൂട്ടിങ് കഴിഞ്ഞ് നേരെ മേക്കപ്പ് പോലും വെച്ചിട്ട് അന്ന് കയറിയതാണ്. എന്നാൽ ആ പയ്യൻ നടന്നു പോയിട്ട് പെട്ടിയിൽ നിന്ന് ഒരു പൊതി കൊണ്ടുവന്നു. ഞാൻ ചോദിച്ചു, ഇതെന്താണ്? ഇതെനിക്ക് എൻ്റെ അമ്മ രാത്രി കഴിക്കാൻ വന്ന ചപ്പാത്തി ബ്രെയിൻ ഫ്രൈ ആണ്. ചേട്ടൻ്റെ വിറയിലുണ്ടപ്പോൾ മനസ്സിലായി, കഴിക്കണം എന്നാണ്. അതിനകത്ത് 4 ചപ്പാത്തിയും ബ്രെയിൻ ഫ്രൈ ഉണ്ടായിരുന്നു. ഞാൻ ആ ആർത്തിയോടെ തിന്നത് ആ പയ്യൻ നോക്കിയിരുന്നു. 2 രാത്രിത്തേക്ക് ഇയാൾ വെച്ചില്ല. ഞാൻ മുഴുവൻ കഴിച്ചു. നല്ല ടേസ്റ്റായിരുന്നു. എല്ലാം കഴിഞ്ഞ് ഞാൻ ചോദിച്ചു, എവിടെ പോകുന്നു? ചെന്നൈക്കാണ്. എന്ത് പറ്റി? ഒരു സിനിമയുടെ കാര്യത്തിന് വേണ്ടി പോകണം. ഞാൻ ചോദിച്ചു, എന്താണ് പേരാണ്? എൻ്റെ പേരാണ് സുരേഷ് ഗോപി. അങ്ങനെയാണ് ഞാൻ സുരേഷ് ഗോപിയെ പരിചയപ്പെടുന്നത്. ഇപ്പോൾ ഏതാണ്ട് 40 വർഷം കഴിഞ്ഞു. ഞങ്ങൾ തമ്മിൽ സുഹൃത്ത് ബന്ധം എപ്പോഴും തുടരുന്നുണ്ട്. എല്ലാവർക്കും അറിയാം സുരേഷ് ഗോപിയുടെ എല്ലാ കാര്യങ്ങളും, ചെയ്യുന്ന നല്ല കാര്യങ്ങളൊക്കെ. ഒരു പ്രാവശ്യം ഞങ്ങൾ ഒരു പ്രോഗ്രാമിന് ദുബായ് ഷോയ്ക്ക് പോകുമ്പോഴത്തേക്കും എവിടെ ഷോപ്പിംഗ് കഴിഞ്ഞ് വെളിയിൽ വന്നിട്ട് എന്ത് ഇത് കണ്ടോ? ഞാൻ ചോദിച്ചത് ഇതാണ് സൂട്ട് മെറ്റീരിയൽ. ഞാൻ സൂട്ട് വയ്ക്കാൻ പറഞ്ഞു. അതെ, അടുത്ത വർഷത്തെ നാഷണൽ അവാർഡ് പ്രഖ്യാപിക്കുമ്പോൾ ഞാനായിരിക്കും ബെസ്റ്റ് ആക്ടർ. ഭരത് അവാർഡ്, നാഷണൽ അവാർഡ് എനിക്കായിരിക്കും. ഞാൻ പറഞ്ഞു, അതിന് സ്ക്രീനിങ്ങിന് പോലും വിളിച്ചിട്ടില്ല. അതിനുമുമ്പ് ഞാൻ നോക്കിക്ക് ഒരാഴ്ചട്ടാന്ന് പറഞ്ഞു. അടുത്ത വർഷം അവാർഡ് അനൗൺസ് ചെയ്തപ്പം കളിയാട്ടത്തിന് നാഷണൽ അവാർഡ് ബെസ്റ്റ് ആക്ടർ. അന്ന് എന്നെ കാണിച്ച തുണി സൂട്ട് ധരിപ്പിച്ച് പോയി ഡൽഹിയിൽ പോയി സ്ഥാനം വാങ്ങിച്ചിട്ട് വന്നു. അപ്പോൾ ഒരു ദീർഘവീക്ഷണമുള്ള ആളാണ് സംഭവം. പിന്നെ സുരേഷ് ഗോപി എല്ലാവരും സഹായിക്കുന്ന കാര്യത്തിനെ കുറിച്ച് ഞാൻ എടുത്ത് പറയേണ്ട കാര്യമില്ല. സുരേഷ് ഗോപിയുടെ മോൻ എൻ്റെ കൂടെ ഒരു 2-3 വർഷം കൊണ്ട് അഭിനയിച്ചത്. ഞാൻ ചോദിച്ചു, മോൻ എന്താണ് ഇങ്ങനെ? അങ്ങനെ ഒരു തീരുമാനം ഇല്ലായിരുന്നു. പെട്ടെന്ന് എന്താ അഭിനയിക്കാൻ ഇറങ്ങിയെന്ന് ചോദിച്ചു. പറഞ്ഞു, അച്ഛൻ രാജ്യസഭ അംഗമാണ്. ചേർന്നപ്പോൾ തന്നെ ശമ്പളം എഴുതി കൊടുക്കും. അന്തർവിദ്യ സ്ഥാപനങ്ങൾക്ക്, വൃദ്ധന്മാരുടെ ആശ്രമം, അങ്ങനെ എല്ലാത്തിനും എഴുതി കൊടുത്ത് ഒരു പൈസയില്ല. പിന്നെ ഈ TV ഷോ ചെയ്യുന്നുണ്ട്. ആ ഷോ ചെയ്തിട്ട് ഇറങ്ങുമ്പോൾ തന്നെ പൈസ അകത്ത് വെച്ച് തീരെയാണ്. TV വേണ്ടവർക്ക് TV, വീട് വയ്ക്കേണ്ടവർക്ക് വീട് വെച്ച്, പഠിപ്പിക്കേണ്ടവർ പഠിപ്പിക്കുന്ന, ആശുപത്രി, അതൊന്നുമില്ല. വീട്ടിൽ നിന്നൊരു ഏണിംഗ് മെമ്പർ വേണ്ടേ? അതുകൊണ്ട് ഞാൻ അഭിനയിക്കാൻ ഇറങ്ങിയാണ്. ഇപ്പോഴും ഞാൻ ഇറങ്ങിയിരിക്കുന്നത് കേന്ദ്രമന്ത്രിയായതിനു ശേഷം 1 രൂപ പോലും ശമ്പളം വാങ്ങിക്കുന്നില്ല എന്നാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരു നല്ല ആൾ, അത് നമ്മുടെ കൂട്ടത്തിൽ ഒരാളിങ്ങനെ കേന്ദ്രമന്ത്രി ആയതുകൊണ്ട് നമുക്ക് മാത്രമല്ല, കേരളീയർക്ക് മാത്രമല്ല, എനിക്ക് തോന്നുന്നു ഇന്ത്യക്കാർക്ക് മാത്രമല്ല, എല്ലാവർക്കും അദ്ദേഹം ഒരു നല്ല മിനിസ്റ്ററായിരിക്കും. നല്ല കാര്യങ്ങൾ കാഴ്ചവെക്കും. ഈ പോർട്ടിൻ്റെ ഒരു ഫംഗ്ഷൻ തന്നെ ഞാൻ പോയിരുന്നു. എന്നെയും കൂടെ വിളിച്ചിരുന്നു. എന്നെയും നന്ദുവിനെയും വിളിച്ചുകൊണ്ട് പോയിരുന്നു. അന്തമുട്ടേ കണ്ടു കഴിഞ്ഞിട്ട് ഇത്രയും വലിയൊരു പോർട്ട്, അതിനകത്ത് ഓരോ കാര്യങ്ങൾ അവർ പഠിച്ചിട്ടൊക്കെ അവിടെ ഓഫീസേഴ്സ് ഇട്ടുണ്ട്. ഓരോ കാര്യങ്ങൾ പറയുമ്പോൾ പുള്ളി അത് കറക്റ്റായിട്ട് പറയുന്നുണ്ട്. അങ്ങനെയല്ല, ഇങ്ങനെയാണ്, ഇത്രയാണ്, അതിൻ്റെ കണക്കുകൾ അവർ പറയുന്നത്. അപ്പം ഹോംവർക്ക് ചെയ്യുന്നുണ്ട്, പഠിക്കുന്നുണ്ട്, എല്ലാം ഉണ്ട്. അപ്പോൾ ഒരു സിനിമാ നടനായതുകൊണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കില്ല, സ്റ്റഡി ചെയ്യില്ലെന്നൊന്നും നിങ്ങൾ വിചാരിക്കേണ്ട കാര്യമില്ല. അദ്ദേഹം ഒരു നല്ല മിനിസ്റ്ററായിരിക്കും. എല്ലാം നന്നായിട്ട് തന്നെ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്കൊക്കെ ഒരു വലിയ സന്തോഷമാണ്. എന്തായാലും ഫിലിപ്പ് പട്ടേലിൽ ഒരാൾ കേന്ദ്രമന്ത്രി ആയില്ലേ. അതുപോലെ ഒരു പ്രാവശ്യം 94, അതും കൂടെ പറഞ്ഞാൽ ഒരുപാടുണ്ട് കഥകൾ. 94 എൻ്റെ അടുത്ത് പറഞ്ഞു, ഒരു പടം കഴിഞ്ഞിരുന്നു, എല്ലാവർക്കും സംഘടന വേണ്ട, നമുക്കൊരു സംഘടന വേണം, അത് ഇനിഷ്യേറ്റ് എടുത്ത് ചെയ്യണം. എൻ്റെ 25,000 രൂപ വന്നു. ദിനേഷ് കുമാർ ഒരു 10,000 രൂപ വന്നു. ഞാനും 10 രൂപ. അങ്ങനെയാണ് പഞ്ചായത്ത് ഹാളിൽ ട്രിവാൻഡ്രത്ത് ആദ്യമായിട്ട് അന്ന് 85 പേരോളം വന്നു. ഒരു മീറ്റിംഗ് വിളിച്ചു കൊടുന്നു. അങ്ങനെയാണ് അമ്മ എന്നുള്ള സംഘടന ഉണ്ടാകുന്നത്. അമ്മ എന്നുള്ള പേരിട്ടത് മുരളിയാണ് അമ്മ എന്നുള്ള പേര്. അപ്പോൾ ഞാൻ ആലോചിക്കണം, അമ്മയുടെ വൈസ് പ്രസിഡൻ്റായിരുന്നു സുരേഷ് ഗോപി. നമ്പർ 1 ആണ് അംഗത്തെ നമ്പർ. അദ്ദേഹം വൈസ് പ്രസിഡൻ്റായി, പിന്നെ രാജ്യസഭ ആയി, MP ആയി, കേന്ദ്രമന്ത്രിയായി. നമ്പർ 2 ഗണേഷ് കുമാർ 25 കൊല്ലമായിട്ട് MLA ആണ്, മന്ത്രിയായി. നമ്പർ 3 മണിയമ്പിള്ളരായിരുന്നു. ഇതൊരു കോർപ്പറേഷൻ കൗൺസിലർ പോലും ആയിട്ടില്ല. ഇതൊക്കെ തലയിൽ വരയ്ക്കണം, വരച്ചാലേ പറ്റുള്ളൂ. ഇങ്ങനെയൊക്കെ നടക്കുള്ളൂ. അപ്പോൾ എന്തായാലും ഇന്നത്തെ ഈ വേദിയിൽ വന്ന് അദ്ദേഹത്തിന് അനുഭവിക്കാൻ കിട്ടുന്ന ഓരോ മൊമെൻറ്റ്സും നമുക്ക് അഭിമാനമാണ്, സന്തോഷമുണ്ട്. ഈ പറഞ്ഞ വേദി ഗുരുവായൂരപ്പൻ്റെ അടുത്ത ആളാണ്. അദ്ദേഹത്തിന് എല്ലാ ദീർഘായുസ്സും ആരോഗ്യവും എല്ലാം വേണം. എല്ലാം
കിട്ടാൻ വേണ്ടി നമ്മളെല്ലാവരും പ്രാർത്ഥിക്കും. ഞാൻ എന്നും പ്രാർത്ഥിക്കും. എല്ലാ നന്മകളും നേരുന്നു. താങ്ക് യു.